കായ്ച്ചക്കിണി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട കവറ്, ഒരു റബ്ബർ ബാൻഡ്, പിന്നെ കുറച്ച് തുളസിയില. തുളസിയില കറുത്തിരിക്കുന്ന തുളസി എടുക്കരുത്, ഇച്ചിരി പച്ച കളറിരിക്കുന്ന തുളസി എടുക്കണം. അതിനകത്തോട്ടാണ് കൂടുതൽ കായ്ച്ച് ആകർഷിക്കുന്നത്. അതെടുത്ത് നല്ലോണം ഞെവിടി ആ കവറിനകത്തോട്ടിടുക. നല്ലതുപോലെ ഞെവിടണം. ഞെവിടിയിട്ട് ആ കവറിലോട്ടിട്ടിട്ട് കുറച്ച് നേരം തുറന്ന് വെച്ചേക്കുക. നമ്മുടെ പച്ചക്കറികളിൽ കാ പിടിച്ചു തുടങ്ങിയ ഈ കായ്ച്ചയുടെ ശല്യം വളരെ കൂടുതലാണ്. കായ്ച്ചകൾ വന്നു തുടങ്ങിയതുണ്ടോ? കായ്ച്ചകൾ കുറേശ്ശായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. കൂട്ടമായിട്ട് അതിനകത്തോട്ട് വന്നോളൂ. നമുക്കിതൊരു എളുപ്പ മാർഗ്ഗമാണ് കേട്ടോ കായ്ച്ച് പിടിക്കാനായിട്ട്. ഇത് നമ്മളൊരു 11 മണി 11:30 ചെയ്യുവാണെങ്കിൽ കായ്ച്ച് ആ സമയത്താണ് വരുന്നത്. തോനി കൂടുതൽ ആ സമയത്താണ് വരുന്നത്. നമ്മൾ ആ സമയം നോക്കിയൊന്ന് ചെയ്ത് വെച്ചാൽ ഇത് കായ്ച്ചകൾ വന്ന് നടക്കുന്നുണ്ടോ? ധാരാളം കായ്ച്ചകൾ തുളസിക്കകത്ത് വന്നിരുന്നു. ഇഷ്ടം പോലെ ആയിട്ടുണ്ട് അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ എടുത്ത് മൂടണം. റബ്ബർ ബാൻഡ് എടുക്കുക, ആ കവറും പെട്ടെന്ന് മൂടി കെട്ടുക, അല്ലെങ്കിൽ കുറേയൊക്കെ അങ്ങ് പറന്നു പോകും. പെട്ടെന്ന് മൂടിയിട്ട് ആ റബ്ബർ ബാൻഡ് ഇട്ടങ്ങ് കെട്ടുക. അതിനകത്ത് കിടക്കുന്നുണ്ടോ കായ്ച്ചകൾ? ഇഷ്ടം പോലുണ്ട്. എന്നിട്ട് നല്ലോണം ഞെവിടി അങ്ങ് കളയുക. അതിനകത്ത് ഇരുന്ന് ചത്തോളും എല്ലാം. ഭയങ്കര രസമായി കായ്ച്ചകൾക്ക്.